അധ്യക്ഷനും നമ്മുടെയൊക്കെ സ്നേഹഭാജനവും കുത്തികെ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എന്റെ മാന്യ സ്നേഹിതൻ MH അബ്ദുൽ മജീദ് അവർകളെ, ഈ പരിപാടിക്ക് സ്വാഗത പ്രഭാഷണം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ മെമ്പർ പ്രദീപ്, ഈ പരിപാടിയിൽ സന്നിഹിതനായ എന്റെ മാന്യ സ്നേഹിതൻ ശ്രീമാൻ സന്തോഷ് കുമാർ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കർമ്മോത്സുകനായ യൂത്ത് കോർഡിനേറ്റർ ഹക്കീം, എന്റെ സഹപാഠിയും ഈ നാട്ടിലെ സാമൂഹിക പ്രവർത്തകനുമായ അസൈനാർ, കലകളോട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും കലാരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഷംസുദ്ദീൻ മാസ്റ്റർ, റസാഖ് മാസ്റ്റർ, അതേപോലെ ഇവിടെ സന്നിഹിതരായ ക്ലബിന്റെ ഭാരവാഹികൾ, നല്ലവരായ നാട്ടുകാർ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മുണ്ടിത്തടുക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിനീതന് യഥാർത്ഥ മുണ്ടിത്തടുക്കയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ നാടിൽ ഈ പാതിരാത്രി സമയത്തും ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ സാധിച്ചതുമായ ഈ ക്ലബിനെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യും. എല്ലാ സ്ഥലത്തും എല്ലാ പ്രദേശത്തും ഒരുപാട് മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുമ്പോൾ ഈ നാട്ടിൽ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചതിന്റെ പിന്നിൽ കുറെ ആളുകളുടെ പരിശ്രമമുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ അതിനപ്പുറം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഓരോ പ്രദേശത്തും പോകുമ്പോൾ അവിടെ കാണുന്നത് വ്യത്യസ്തമായ ഒരു സംഘത്തെ മാത്രമാണ്. ഇവിടെ വന്നപ്പോ കാണുന്നത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു സദസ്സിനെയാണ്. ഈ സദസ്സെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കരുത്തേൽക്കുന്നതും ശക്തി പകരുന്നതുമാണ് ഈ സദസ്സ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ സദസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിലും പഞ്ചായത്ത് കേരളോത്സവത്തിലും കലാരംഗത്തും കായിക രംഗത്തും കരുത്ത് തെളിയിച്ചവർ, പ്രതിഭകളായവരാണ് ഇവിടെ സംഗമിച്ചതിൽ ഭൂരിഭാഗം യുവതി യുവാക്കൾ എന്ന് എനിക്കറിയാം. അതുമാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തിൽ പുത്തിക പഞ്ചായത്തിനെ വിജയത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കാളിത്തം വഹിച്ച പുത്തിക പഞ്ചായത്തിലെ ക്ലബ്ബുകളിൽ ഒന്നാണ് ഈ ക്ലബ്ബെന്നും വളരെ നന്നായി അറിയുന്ന ഒരാളാണ് എന്നുള്ള നിലക്ക് തന്നെ പറയട്ടെ. ആദ്യമായി തന്നെ ഈ കേരളോത്സവത്തിൽ വിജയിച്ച വിജയികളെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ബ്ലോക്ക് തലത്തിൽ വിജയിച്ച ഈ പ്രതിഭകളും അതേപോലെ കലാതിലകവും കലാപ്രതിഭകളും തീർച്ചയായിട്ടും ജില്ലാ കേരളോത്സവത്തിൽ നിർബന്ധമായും സംബന്ധിക്കുകയും അവിടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മത്സരാർത്ഥികളായി മത്സരിക്കുവാൻ നിങ്ങൾ ഉണ്ടാവണം. അതിനുള്ള സംവിധാനം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വിശേഷ ക്ലബും ഒരുക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ സദസ്സ് കാണുമ്പോൾ അറിയാതെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ലോകത്ത് തന്നെ ഏറ്റവും കഴിവുറ്റ ഒരു ഭരണാധികാരി
ഇന്ത്യ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ലോകത്ത് തന്നെ അത്രയേറെ കഴിവുള്ളൊരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണകൾ നമ്മൾ അയവിറക്കുക തന്നെ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഇന്ത്യ രാജ്യത്തിനും പൊതുസമൂഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സംഭവിച്ച ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വളർന്നു വന്ന മഹാവ്യക്തിത്വമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഗവർണറായിരിക്കെ PV നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരുമ്പോൾ എല്ലാവരാലും പ്രതീക്ഷിച്ചിരുന്ന ധനമന്ത്രിയുടെ കസേരയിൽ അപ്രതീക്ഷിതമായി ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നത് അത് ശ്രീമാൻ മൻമോഹൻ സിംഗ് ആയിരുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹത്തിന്റെ കഴിവുകൾക്ക് ലഭിച്ച അംഗീകാരമായിരുന്നു അത്. പക്ഷേ മൻമോഹൻ സിംഗിനെ ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധൻ, ഒരു നയതന്ത്ര രംഗത്ത്, സാമ്പത്തിക രംഗത്ത് പരിണിത പ്രജ്ഞനായ ഒരു നേതാവ് എന്നതിലുപരി അദ്ദേഹത്തെ ലോകം കണ്ടത് നല്ലൊരു മതേതരവാദി എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നത് നമ്മുടെ ഇടയിലുള്ള മതസൗഹാർദ്ദവും മാനവ സൗഹാർദ്ദവും മനുഷ്യന്മാർ തമ്മിലുള്ള സാഹോദര്യവും സഹവർത്തിത്വവുമാണ്. കാരണം അവ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഇന്ന് കാണുന്ന സമത്വ സുന്ദരമായ നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു നിമിഷം കൊണ്ട് തകരാവുന്നതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തെന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ അത് 1ാം സ്ഥാനത്തായി വരാം എന്നാണ് സെൻസസുകൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ഇത്രയും വലിയ രാജ്യം, സൈനിക ശക്തിയിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം, സാമ്പത്തിക ശക്തിയിൽ കുതിച്ചുയരുന്ന രാജ്യം, വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും വളരെയേറെ മുന്നോട്ടു പോയ ഈ രാജ്യം ലോകത്ത് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ളതാണ്. ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെടുന്നത് ഏറ്റവും നല്ല മതേതരത്വ രാജ്യം എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം എന്ന് പറയുന്നത് മതനിരാസമല്ല, മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതല്ല. എല്ലാ മതത്തിലും വിശ്വസിക്കുകയും എല്ലാ മതത്തിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യവും വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യവും സഹവർത്തിത്വവുമാണ്. ഇതിന് ഭംഗമേൽക്കുമ്പോഴാണ് ഇവിടെ വർഗീയവാദവും തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാവുന്നത്. അത് നമ്മൾ അനുവദിച്ചുകൂടാ. അങ്ങനെ ഒരവസ്ഥ വന്നാൽ ഇന്ത്യ രാജ്യം കുട്ടിച്ചോറാവുവാൻ ഏറെ സമയമെടുക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ നാടിന്റെ പ്രശ്നമെന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ പ്രശ്നമെന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രശ്നമെന്ന് പറയുന്നത് മതത്തെക്കുറിച്ച് പഠിക്കാത്ത മത അനുയായികളാണ്. ഏതൊരു മതവിശ്വാസിയും അവരുടെ മതവിശ്വാസം പഠിച്ചിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് ഒരിക്കലും വർഗീയവാദമോ തീവ്രവാദമോ ഭീകരവാദമോ ഉണ്ടാവുമായിരുന്നില്ല. ഏതൊരു മതവിശ്വാസവും വർഗീയതയോ തീവ്രതയോ വിഭാഗീയതയോ ഈ സമൂഹത്തിനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഒരു മതമോ ഒരു ദർശനമോ ഈ ലോകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കറിയാം, ലോകത്ത് അംഗസംഖ്യ കൊണ്ട് പ്രധാനപ്പെട്ട മതമാണ് ക്രൈസ്തവ മതം, ഇസ്ലാം മതം, ഹൈന്ദവ മതം. മറ്റുള്ള ഒരുപാട് മതങ്ങൾ ഉണ്ടെങ്കിലും അംഗസംഖ്യ കൊണ്ട്
ഈ 3 മതങ്ങളാണ് ലോകത്ത് കൂടുതലായും നിലനിൽക്കുന്നത്. ഈ മതവിശ്വാസങ്ങളൊന്നും തീവ്രവാദമോ വർഗീയവാദമോ ഭീകരവാദമോ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെയും വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണമായ ഒരു മുസ്ലിം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ തന്നെ പറഞ്ഞത് യാ യുഹന്നാസ്, ഏ ജനങ്ങളെ എന്നാണ്. വേണമെങ്കിൽ ഖുർആൻ എന്ന് പറയുന്നത് ദൈവിക വചനമാണ്. വിശ്വാസപ്രകാരം തെളിച്ചു പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനമാണ്. ആ ഖുർആനിന് വേണമെങ്കിൽ യാ യുഹന്നാസ്, ഏ ജനങ്ങളെ എന്നതിന് പകരം യാ അയ്യുൽ മുസ്ലിമൂൻ, ഏ മുസ്ലിങ്ങളെ എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ യാ അയ്യുൽ മുഹ്മിനൂൻ, ഏ സത്യവിശ്വാസികളെ എന്ന് പറയാമായിരുന്നു. ഖുർആൻ പറഞ്ഞത് യാ യുഹന്നാസ്, ഏ ജനങ്ങളെ എന്നാണ്. അങ്ങനെ പറഞ്ഞ് ഖുർആൻ നിർത്തുന്നില്ല, ദൈവം നിർത്തുന്നില്ല. ഇന്നാ ഖലഖനാക്കും, നിശ്ചയമായും ഞാൻ നിങ്ങളെ പടച്ചിട്ടുണ്ട്. മിൻ സഖറിൻ, ഒരാണിൽ നിന്നും, വൗൻസ, ഒരു പെണ്ണിൽ നിന്നും, വജഅൽനാക്കും, ഞാൻ നിങ്ങളെ ആക്കിയിട്ടുണ്ട്. വശഊബൻ, കുടുംബങ്ങളും, വഖബായില, ഗോത്രങ്ങളും, ലിതഅറഫൂൻ, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ ഭൂമിയിലാണ് ജീവിക്കേണ്ടത്, നിങ്ങൾ സാഹോദര്യത്തോടെ ജീവിക്കേണ്ടതാണ്. നിങ്ങളെ കുടുംബങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളെ പടച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നമുക്കറിയാം, ഹൈന്ദവ വേദഗ്രന്ഥമായ ഉപനിഷത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്, മാതാശ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര മാനവ ബാന്ധവ സർവേ സ്വദേശാഭുവനത്രേ. മാതാശ പാർവതി, നിങ്ങളുടെ മാതാവ് പാർവതിയാണ്, പിതാവ് ഈശ്വരനാണ്, നിങ്ങളുടെ സ്വദേശാഭുവനത്രേ, നിങ്ങളുടെ വാസസ്ഥലം ഭൂമിയാണ്. നിങ്ങൾ ജീവിക്കേണ്ടത് സാഹോദര്യത്തോടെയാണെന്ന് ഉപനിഷത്ത് പറയുമ്പോ, കഴിഞ്ഞ ദിവസമാണ് യേശുക്രിസ്തുവിന്റെ ജന്മദിനമായി നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചത്. നമുക്കറിയാം, കാലിത്തൊഴുത്തിൽ കന്യാമറിയം ദൈവിക ശക്തിയോടെ യേശുവിന് ജന്മം നൽകിയപ്പോ മത്തായിയും ലുക്കോയും, മത്തായിയുടെ സുവിശേഷവും ലുക്കോയുടെ സുവിശേഷങ്ങളൊക്കെ ബൈബിളിന്റെ പുതിയ നിയമവും പഴയ നിയമവും ഒറ്റക്കെട്ടായി പറയുന്ന ഒരു വാചകമുണ്ട്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ സ്വർഗത്തിലെ മാലാക്കന്മാർ പാടിയിട്ടുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഭൂമിയിൽ ആർക്കാണോ സന്മനസ്സുള്ളത്, നല്ല മനസ്സുള്ളത്, അവർക്കാണ് സമാധാനം, ദൈവത്തിനാണ് സ്തുതി എന്നാണ് ബൈബിൾ പറഞ്ഞതെങ്കിൽ, ഈ ലോകത്ത് ഏത് മതവിശ്വാസമോ ഏത് മതഗ്രന്ഥമോ ഒന്നും തന്നെ വിഭാഗീയതയോ തീവ്രതയോ ഒന്നും, ഭീകരവാദമോ തീവ്രവാദമോ വർഗീയ ചിന്താഗതിയോ ഈ സമൂഹത്തിനോട് നമ്മോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ലോകത്തിന്റെ ശാപമെന്ന് പറയുന്നത് സ്വന്തം മതവിശ്വാസം പഠിക്കാത്ത മത അനുയായികളും ശരിക്ക് അതുപോലെ തന്നെ മതവിശ്വാസങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സമൂഹം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് മനുഷ്യന്മാർ തമ്മിലടിക്കുവാനുള്ള പ്രധാന കാരണം. ഞാനിത് പറയുന്നത് ഇവിടെ വന്നപ്പോ നല്ലൊരു സദസ്സിനെ കാണാൻ സാധിച്ചു. എല്ലാ മതസ്ഥരും ഒന്നിച്ചിരുന്ന ഈ രാത്രി നല്ലൊരു സന്തോഷം നൽകുന്ന രാത്രിയാണ്. ഇത് നിലനിൽക്കുന്നു പോവേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് നമ്മുടെ നാടിന് ഐശ്വര്യമാണ്, നമ്മുടെ നാടിന് ഭംഗിയാണ്, നമ്മുടെ നാടിന്റെ സൗന്ദര്യമാണ്. ഇത് നല്ലൊരു ഉദ്യാനമാണ്. ഒരുപാട് പൂക്കൾ വിരിഞ്ഞതുപോലെ എല്ലാ മതസ്ഥരും ഒന്നിച്ചിരിക്കുന്ന ഈ ഉദ്യാനം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഈ സദസ്സിനെ എന്ന്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇന്നത്തെ യുവതലമുറ ദിശ മാറി സഞ്ചരിക്കുകയാണ്. ആ യുവ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ ഇത്തരം യൂത്ത് ക്ലബ്ബുകൾക്കാണ് സാധിക്കുക. അവർക്കാണ് യുവ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രധാന ചുമതല അർപ്പിതമായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ക്ലബ്ബുകൾ യുവജന സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം യുവ സമൂഹത്തിന്റെ ഇടയിൽ വളരെയേറെ വേരുകളുള്ള ഒരു ക്ലബ്ബാണ്. വളരെയേറെ പ്രതീക്ഷയുണ്ട്, അതിലേറെ സന്തോഷമുണ്ട് ഈ ക്ലബിന്റെ ഈ സദസ്സ് കാണുമ്പോൾ. ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ
വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധിക്കാതെ പോകുന്നോ പുതിയ തലമുറ എന്ന് എന്നെ വളരെയേറെ ആശങ്കപ്പെടുത്തി അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിന് ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പണ്ട് സാക്ഷരത ഉള്ള ആൾ എന്ന് പറയുന്നത് അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയുന്നവരാണ്, അല്ലെങ്കിൽ ഒപ്പുവെക്കാൻ അറിയുന്നവർക്ക് സാക്ഷരത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സാക്ഷരതാ ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു സ്കൂളുകളിൽ. ഞാനൊക്കെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഈ പറയുന്നത്. പിന്നീട് ആ സാക്ഷരതാ ക്ലാസുകൾ ഉണ്ടായോ എന്ന് ഈ നാട്ടിലുണ്ടായോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നാട് വിട്ട് ബോർഡിങ്ങിലൊക്കെ പഠിച്ച ആളാണ്. യഥാർത്ഥത്തിൽ എന്റെ പേരിന്റെ കൂടെ ഈ മുണ്ടിത്തിറക്ക എന്നുള്ള പേര് വന്നതും യഥാർത്ഥത്തിൽ ഞാൻ മുണ്ടിത്തിറക്കയിൽ ജനിച്ച ആളല്ല. തെമ്മറിൽ എന്റെ പിതാമഹന്മാർ മുണ്ടിത്തിറക്ക തെമ്മറിൽ ജനിച്ചിട്ടുണ്ട്. എന്നെ ഞങ്ങളുടെ തറവാട് തെമ്മറാണ്. തെമ്മർ അസൈനാറുടെ പേരക്കുട്ടി എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഈ മുണ്ടിത്തിറക്ക വന്നത് തന്നെ ഞാൻ നാട് വിട്ട് ബോർഡിങ്ങിൽ പഠിക്കുന്ന കാലത്ത്. ആ ബോർഡിങ്ങിൽ 200ഓളം കുട്ടികൾ ഉണ്ടാവാം. അവിടെ ഒരുപാട് ഇബ്രാഹിമാരുണ്ടാകുമ്പോൾ അവിടെ നാട്ടിന്റെ പേരിലാണ് ബോർഡിങ്ങിൽ പഠിച്ച ആളുണ്ടെങ്കിൽ അറിയാം, ഓരോ ആളുകൾ അറിയാം. അങ്ങനെ മുണ്ടിത്തിറക്കയിൽ നിന്നുണ്ടായ ഒരു ഇബ്രാഹിം ആയതുകൊണ്ട് ഞാൻ ഇബ്രാഹിം മുണ്ടിത്തിറക്കായി മാറിപ്പോയതാണ്. അതിൽ സന്തോഷമേ ഉള്ളൂ. മുണ്ടിത്തിറക്ക എന്ന നാട് എന്റെ നാടാണെന്ന് പറയുമ്പോൾ അഭിമാനമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അന്നൊക്കെ സാക്ഷരതാ ക്ലാസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സംവിധാനങ്ങളൊന്നും. പക്ഷെ അതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. എല്ലാവരും സ്കൂളിൽ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ ഒരുപാട് രക്ഷിതാക്കളുണ്ട്. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ കാലമല്ല. സാക്ഷരത ഉള്ള ആളെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ് എഴുതാനും വായിക്കാനും ഒപ്പിടാനും അറിയുന്ന ഒരാളെ കുറിച്ചല്ല ഇന്ന് സാക്ഷരത എന്ന് പറയുന്നത്. സാക്ഷരത ഉള്ള ആളെന്ന് പറയുന്നത് ചുരുങ്ങിയത് ഒരു ഡിഗ്രി വേണം, IT നോളജ് വേണം, കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം, 2-3 ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയണം. ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് സാക്ഷരത ഉള്ള ആളെന്ന് പറയുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ വിദ്യാഭ്യാസം നിർത്തിപ്പോയാൽ ആ ഒരു തലമുറ നശിച്ചു പോകും. പുതിയ തലമുറ നശിച്ചു പോയാൽ നമ്മുടെ നാടാണ് നശിച്ചു പോകുന്നത്, നമ്മുടെ കുടുംബമാണ് നശിച്ചു പോകുന്നത്, നമ്മുടെ വീടാണ് നശിച്ചു പോകുന്നത്. പുതിയ തലമുറ നശിച്ചാൽ ഈ നാട് മൊത്തവും നശിച്ചു പോകും. ഈ പുതിയ തലമുറയെ നേരായ മാർഗത്തിൽ നയിക്കണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നമുക്ക് നൽകാൻ സാധിക്കണം. അതിന് നമ്മൾ തയ്യാറാവണം. എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് നേടാൻ സാധിക്കണം. മതപരമായ വിദ്യാഭ്യാസം നമുക്ക് നേടാൻ സാധിക്കണം, ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് നേടാൻ സാധിക്കണം, കായിക വിദ്യാഭ്യാസം നമുക്ക് നേടാൻ സാധിക്കണം, കലാരംഗത്തുള്ള വിദ്യാഭ്യാസം നമുക്ക് നേടാൻ സാധിക്കണം, സാമൂഹിക രംഗത്തുള്ള വിദ്യാഭ്യാസം നേടാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ നല്ല ഒരു തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഒരുപാട് എന്റെ മുമ്പിലിരിക്കുന്ന യുവതി സഹോദരിമാരുണ്ട്. നിങ്ങൾ ഒരു ഉപനിഷത്തിന്റെ വാക്യം പഠിച്ചിരുന്നെങ്കിൽ, എനിക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ഞാനൊക്കെ ഒരുപാട് ഇത് വായിക്കുന്നത് കൊണ്ട്, എനിക്ക് അത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ട് പറയാൻ. ഉപനിഷത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്ന്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളുടെ വേദഗ്രന്ഥമാണ്. അതുപോലെ 4 വേദങ്ങളുണ്ട്. യജുർവേദം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം എന്നൊക്കെ പറയുന്ന ആ വേദങ്ങളിലൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്. ആരാണ് ഭാര്യ? കാര്യേഷു മന്ത്രി, കരുണേഷു ദാസി, സ്നേഹേഷു മാതാ, ക്ഷമയാ ദരിദ്രി, ഷഡ്കർമ്മ നാരി, കുലധർമ്മ പത്നി എന്നാണ്. മന്ത്രിയെപ്പോലെ കാര്യങ്ങൾ ചെയ്യുന്നവളായിരിക്കണം, ദാസിയെപ്പോലെ കരുണയുള്ളവളായിരിക്കണം, ഭൂമിയെപ്പോലെ ക്ഷമിക്കുന്നവളായിരിക്കണം. അതേപോലെ ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ളവൾ, ഷഡ്കർമ്മനാരി, ഇത്രയും ഗുണങ്ങളുള്ളവളാണ് കുലധർമ്മ പത്നി എന്ന്. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രവാചക വചനമുണ്ട്. ആരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മുതലെന്ന് ചോദിച്ചാൽ ഖൈറു മതാഹ് ദുന്യ, ദുനിയാവിലെ ഏറ്റവും വലിയ മുതലെന്ന് പറയുന്നത് അൽ മർഹത്തു സാലിയ, സദ്ഹൃദയായ ഭാര്യയാണ്, സ്ത്രീയാണ്. ഈ ഏതെങ്കിലും മതവിശ്വാസം, അതേപോലെ ഈ ലോകത്തിന്റെ അലങ്കാരമാണ്, ഈ ലോകത്തിന്റെ ഭംഗിയാണ്, ഈ ലോകത്തിന്റെ ഐശ്വര്യമാണ്
സദ്വൃതിയായ സ്ത്രീ എന്ന് ബൈബിളിന്റെ പുതിയ നിയമവും പഴയ നിയമമൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരു ഈ 3 മതത്തിലെ വിശ്വാസികൾ, ഈ ഏതെങ്കിലും ഒരു വിശ്വാസികൾ ഈ വിശ്വാസ ഗ്രന്ഥം വായിച്ചിരുന്നെങ്കിൽ സ്ത്രീകൾ എത്ര കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മതവിശ്വാസത്തിൽ നിന്ന്, മതവേദ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ആ ഒരു വിദ്യാഭ്യാസം പോലും നമ്മൾ നേടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, പ്രവാചകൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന ആൾ മാത്രമാണ് മുസ്ലിം എന്നല്ല. നിങ്ങളത് ഉൾക്കൊള്ളേണ്ട, അല്ലെങ്കിൽ നിങ്ങളോട് പറയേണ്ട ഒരു വിഷയമാണ്. പ്രവാചകൻ പറഞ്ഞത്, എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെയും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. മുഹമ്മദ് നബിക്ക് വന്ന യേശു ക്രിസ്തു, ഈസാ നബിയെ വിശ്വസിക്കണം, അവർക്ക് നൽകപ്പെട്ട ബൈബിൾ, ഇഞ്ചീലിനെ ബഹുമാനിക്കണം, വിശ്വസിക്കണം. മൂസാ നബിയെ വിശ്വസിക്കണം, അവർക്ക് നൽകപ്പെട്ട ഹൈന്ദവ ഗ്രന്ഥത്തെയും ഹൈന്ദവ പ്രവാചകന്മാരെയും വിശ്വസിക്കണം. ഇങ്ങനെ പറഞ്ഞ് ഇബ്രാഹിം നബി ബ്രാഹ്മണ പ്രവാചകനാണ്, അദ്ദേഹത്തെ വിശ്വസിക്കണം. നൂഹ് നബിയെ വെച്ചാല് മനുവിനെ വിശ്വസിക്കണം. ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ പ്രവാചകന്മാരെയും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും വിശ്വസിക്കണം. ശേഷം അതോടൊപ്പം എന്നെയും എനിക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തെയും വിശ്വസിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് എല്ലാ മതവിശ്വാസങ്ങളെയും, മതത്തിന്റെ ഗ്രന്ഥങ്ങൾ, എല്ലാ മതഗ്രന്ഥങ്ങളെയും എല്ലാ മത പ്രവാചകന്മാരെയും വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരു മുസ്ലിം ആവുക എന്നാണ് ഞങ്ങൾ പഠിച്ചതും ഞങ്ങളുടെ വിശ്വാസവും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം വിശ്വാസി ആവാൻ സാധിക്കുന്നത്. ഞാൻ ഇവിടെ പോകുമ്പോൾ, വിഷ്ണു ഭജനാ മന്ദിരത്തിന്റെ അടുത്തെത്തുമ്പോൾ എനിക്ക് പേടി വേണം. അത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു ആരാധനാ കേന്ദ്രമാണ്, അത് ബഹുമാനിക്കപ്പെടേണ്ടതാണെന്ന് എന്റെ മനസ്സിൽ തോന്നണം. അതാണ് എന്നെ പഠിപ്പിച്ച വിശ്വാസം. അതുപോലെ ഏതൊരു ആരാധനാലയവും വിശ്വാസവും അതൊക്കെ കാണുമ്പോൾ ബഹുമാനവും ആദരവും തോന്നിയാൽ മാത്രമേ ഒരു മനുഷ്യനാവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ മതസൗഹാർദ്ദവും അന്തരീക്ഷവും നിലനിന്ന് പോവണം. നമ്മുടെ നാട്ടിൽ ആരും വിശക്കുന്ന, പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഉണ്ടാവരുത്. അതൊക്കെ പഞ്ചായത്ത് മെമ്പറുടെ മാത്രം ബാധ്യതയല്ല, ഓരോ വ്യക്തിയുടെയും ഓരോ പൗരന്റെയും ബാധ്യതയാണ്. നമ്മുടെ നാട്ടിൽ ഏതൊരു കുട്ടിയും വിദ്യാഭ്യാസം ലഭിക്കാതെ പോവരുത്. അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ വിദ്യാഭ്യാസം നഷ്ടപ്പെടരുത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ക്ലബ്ബ് എന്നുള്ള നിലക്ക് ഈ ക്ലബിന്റെ ഭാരവാഹികളെ ബന്ധപ്പെടുകയും, തീർച്ചയായിട്ടും നമ്മൾ തെമർ ഫൗണ്ടേഷനൊക്കെ, ഞാൻ പ്രസിഡന്റായ തെമർ ഫൗണ്ടേഷനൊക്കെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായും എന്റെ നാട്ടിലെ ശരിയായ ഒരു യഥാർത്ഥ ക്ലബ്ബ് എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടായാൽ എന്നെ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് വിദ്യാഭ്യാസമാണോ അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനുള്ള സംവിധാനം തീർച്ചയായും ഒരുക്കി തരും. നേരെ മറിച്ച് പഠിക്കാൻ പഠിച്ചാൽ തീരെ താല്പര്യമില്ലാത്തവരെ നമ്മൾ പഠിപ്പിക്കാൻ പോയാൽ അത് നമുക്ക് ഫലം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രയാസമുണ്ടായാലും തീർച്ചയായിട്ടും ഈ ക്ലബ്ബ് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായം സഹകരണം ഉണ്ടാവും. അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് നമ്മുടെ നാട്ടിൽ മരുന്നുകൾ ലഭിക്കാതെ, ചികിത്സ ലഭിക്കാതെ ആരും ബുദ്ധിമുട്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ഈ സമൂഹം ഏറ്റെടുക്കേണ്ടത്, ക്ലബ്ബുകൾ ഏറ്റെടുക്കേണ്ടത്. നമ്മൾ ഏറ്റെടുക്കേണ്ടത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും അതിനും നമുക്ക് പരിഹാരമുണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന് ഡയാലിസിസ് പോലെയുള്ള കിഡ്നി രോഗങ്ങൾ, ലിവർ സിറോസിസ് പോലെയുള്ള കരൾ രോഗങ്ങൾ, ഇങ്ങനെ നിത്യ രോഗികളായ ആളുകൾക്ക് മരുന്നിന് പ്രശ്നമാണോ, അത് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിന് സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പരിപാടികൾ ഈ ക്ലബ്ബ് ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ സഹായിക്കാൻ ഈ വിനീതനുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മളായി ജീവിക്കുക.
എന്നെക്കുറിച്ച് ഞാനാണ് ഈ സമൂഹത്തിനോട് പറയേണ്ടത്, അല്ലെങ്കിൽ ഞാനാണ് ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. എൻ്റെ അടുത്ത് ഒരാൾ വരാൻ അയാൾക്ക് തോന്നണം. കാരണം അയാൾ ഒരു പൊതുപ്രവർത്തകനാണ്. അയാളുടെ അടുത്ത് പോയാൽ പരിഹാരമുണ്ടാകും. അയാൾ നല്ല മനുഷ്യനാണ്. അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പൊതുപ്രവർത്തകരായ ആളുകൾക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ ഈ പൊതുപ്രവർത്തകരെന്ന് പറയുന്നത്, പഞ്ചായത്ത് മെമ്പർമാരെന്ന് പറയുന്നത് എല്ലാവർക്കും വിമർശിക്കുവാനുള്ള ഒരു വസ്തുവായി മാറുന്നുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. മരണ വീട്ടിലും കല്യാണ വീട്ടിലും വിമർശിക്കാൻ എളുപ്പത്തിൽ കിട്ടുന്നത് ജനപ്രതിനിധികളെയാണ്, പൊതുപ്രവർത്തകരെയാണ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയാണ്. എന്തും പറയാം, എന്ത് ആരോപണം ഉന്നയിക്കാം. ഒരു രാഷ്ട്രീയത്തിൽ കൂടിയ ഒരാൾ മറ്റു എതിർ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ നേതാക്കളെ കുറിച്ച് എന്തും പറയാം. അങ്ങനെ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഓരോ വാക്കിനും ഓരോ ചുവടിനും മറുപടി കൊടുക്കേണ്ട ഒരു കോടതിയുണ്ട് എന്നുള്ള വിശ്വാസമുള്ളവർ ചിന്തിക്കുക, നമ്മൾ അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ പലതിന്റെ പേരിലും നമ്മൾക്ക് ഇന്ന് അഹങ്കരിക്കുവാനും പലതും ചെയ്യാനും സാധിച്ചെന്ന് വന്നേക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നമ്മളൊന്ന് വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും ഇത് ശരിയാണോ? പല പഞ്ചായത്ത് ജനപ്രതിനിധികളെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ, പൊതുപ്രവർത്തനം എന്ന് പറയുന്ന അതൊന്നുമല്ല. ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനോട് സഹകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരാണെങ്കിലും നമുക്കൊക്കെ നേരിടുന്ന വലിയ പ്രയാസം. എന്നെക്കുറിച്ച് പലരും പറയാറുള്ളത്, ഞാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനാണ്. നിങ്ങൾക്ക് സ്പിരിറ്റ് പോരാ എന്നുള്ളത്. നിങ്ങൾക്ക് മതത്തിന്റെ സ്പിരിറ്റും ഇല്ല, പാർട്ടി സ്പിരിറ്റും ഇല്ല. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ആ സ്പിരിറ്റ് എന്താണെന്നുള്ളത്. ഞാനൊരു പച്ച മനുഷ്യനാവാനാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു മനുഷ്യനാവാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. എന്റെ വിശ്വാസം അതാണ്. അതുകൊണ്ട് ജനപ്രതിനിധികളുമായി സഹകരിച്ചുകൊണ്ട്, അവരുടെ ഉദാഹരണത്തിന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹവുമായി നിങ്ങൾ സഹകരിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ട്, അവർ തെരഞ്ഞെടുക്കപ്പെട്ട സഭകളിൽ അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന ഒരവസ്ഥയുണ്ടാകും. അതിനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. ഞാൻ അവസാനമായി ഒന്ന് പറയുന്നു. എനിക്കൊന്നേ പറയുവാനുള്ളത്, നേരം എന്നെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഈ ക്ലബിന്റെ എല്ലാ പ്രവർത്തനത്തിലും തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി വിനീതനുണ്ടാവുമെന്ന് സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു, SSLC +2 പൊതുപരീക്ഷകളാണ് നടക്കാൻ പോകുന്നത്. ജനുവരി 1 മാസമേ ഉള്ളൂ. നിങ്ങൾ ആ പരീക്ഷാ സമയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിക്കാനായിട്ട് വിടുക. അത് പറയാതെ പോയാൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലക്ക് തീർച്ചയായിട്ടും അത് നീതിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്. 1 മാസമേ ഉള്ളൂ. +2 പരീക്ഷയാണ്, SSLC പരീക്ഷയാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ നിർണായക ഘട്ടമാണത്. ഞാൻ നിങ്ങളോട് പറയുന്നത് തോമസ് ആൽവ എഡിസന്റെ കഥയാണ്. കാരണം നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ നല്ല കുരുത്തം കെട്ട കുട്ടികളായേക്കാം, പറഞ്ഞത് കേൾക്കാത്ത കുട്ടികളായേക്കാം. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ 4 പ്രാവശ്യം തോറ്റ ആളാണ്, ഫെയിൽഡായ ആളാണ് ക്ലാസ്സിൽ. ഏറ്റവും വലിയ കുരുത്തം കേട് അല്ലെങ്കിൽ ഏറ്റവും വലിയ അച്ചടക്കമില്ലാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് ആ പഠിച്ച സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ TC കൊടുത്ത് ഒരു ലെറ്റർ കൊടുക്കുന്നു സ്വന്തം മാതാവിന്. തോമസ് ആൽവ എഡിസനോട് പറയുന്നു, നീ കത്ത് പൊളിക്കാൻ പാടില്ല, ഇത് സസ്പെൻസാണ്, നീ ഉമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ വളരെ ഷോർട്ടായി പറയാണ്. ആ കത്ത് ഉമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത്, അതുമാത്രമാണ് തോമസ് ആൽവ എഡിസൺ അതുവരെ പ്രിൻസിപ്പാളോ അധ്യാപകരോ പറഞ്ഞ കാര്യം കേട്ടത്. ഈ പൊളിക്കരുത് എന്ന് പറഞ്ഞ ആ കത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് പൊളിക്കാതെ കൊണ്ടുപോയി ഒരു അച്ചടക്കം പാലിച്ചത്. അമ്മ ഇത് വായിച്ചു നോക്കിയപ്പോ അമ്മയുടെ മുഖത്തെന്തോ മുഖത്തൊരു ഭാവമാറ്റം കണ്ടപ്പോ തോമസ് ആൽവ എഡിസൺ ചോദിച്ചു, എന്താണ് ഈ കത്തിലുള്ളത്? അപ്പോ അമ്മ പറഞ്ഞു,
മോനെ, നിനക്ക് ഇത്രയേറെ ബുദ്ധിയുള്ള നിനക്ക് ഈ സ്കൂളിലല്ല പഠിക്കേണ്ടത്, നല്ലൊരു സ്കൂളിലാണ് പഠിക്കേണ്ടത്, എത്രയും പെട്ടെന്ന് TC വാങ്ങി നല്ല സ്കൂളിൽ ചേർക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് ഈ സദസ്സിനെ കാണുമ്പോൾ തോന്നുന്നു, സദസ്സിന്റെ അച്ചടക്കമൊക്കെ കാണുമ്പോൾ. അപ്പൊ ഏതായാലും ഈ കത്തിലുള്ള സംഭവം ഇങ്ങനെയാണെന്ന് കേട്ട തോമസ് ആൽവ എഡിസൺ എവിടെയാണ് എന്നെ ചേർക്കുക എന്ന് ചോദിച്ചപ്പോ, നിന്റെ ഇളമയുടെ സ്കൂളിൽ, അഥവാ അവരുടെ ഉമ്മയുടെ സിസ്റ്ററുടെ സ്കൂളിൽ അല്ലെങ്കിൽ അനുജത്തിയുടെ സ്കൂളിൽ തന്നെ ചേർക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് 9ാം ക്ലാസ്സിലേക്ക് ചേർക്കുകയും അവിടുന്ന് പഠിച്ച് പാസ്സായി പിന്നീട് ലോകത്ത് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ, ഈ ബൾബ് ഉൾപ്പെടെ കണ്ടുപിടിച്ച, ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. അമ്മ മരിച്ച് 10-20 ദിവസം കഴിഞ്ഞപ്പോ അമ്മയുടെ മുറി ഇങ്ങനെ പരുതുമ്പോ അമ്മയുടെ ഡയറിയുടെ അകത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം പ്രിൻസിപ്പാൾ എഴുതിയ ഒപ്പിട്ട ഒരു കത്ത് കിട്ടി. ആ കത്ത് വായിച്ചപ്പോ അതിലുണ്ടായിരുന്നത്, ഈ കുരുത്തം കെട്ട ഈ അച്ചടക്കമില്ലാത്ത കുട്ടിയെ സ്കൂളിൽ നിന്ന് എത്രയും പെട്ടെന്ന് TC കൊണ്ടുപോകണം, ഈ കുട്ടിയുടെ പഠിച്ചാൽ മറ്റുള്ള കുട്ടികൾ ചീത്തയാവുന്നൊക്കെ ആയിരുന്നു. തോമസ് ആൽവ എഡിസന്റെ ബുദ്ധിമതിയായ അമ്മ പറഞ്ഞത് മറ്റൊന്നാണ്, നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് വേറെ സ്കൂളിൽ പോകണം. ഒരു മാതാവ് ബുദ്ധിപരമായി നീങ്ങിയതിന്റെ കാരണത്താൽ നമുക്ക് ലോകത്തിനൊരു ശാസ്ത്രജ്ഞനെ ലഭിച്ചു. നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ പഠിക്കാൻ മിടുക്കരല്ലായേക്കാം, അച്ചടക്കമില്ലാത്തവരായേക്കാം. നിങ്ങൾ അവരെ ഒരുപാട് ശാസിച്ചത് കൊണ്ടോ അവരെ വിദ്യാഭ്യാസം നിർത്തിയത് കൊണ്ടോ അവർ ഇതിനേക്കാളേറെ മോശമാവുമല്ല എന്നല്ലാതെ അവർ നല്ലതാവാൻ സാധിക്കില്ല. തോമസ് ആൽവ എഡിസന്റെ മാതാവ് ചെയ്തതുപോലെ ബുദ്ധിപരമായ ഒരു അമ്മയാവാൻ നിങ്ങൾക്ക് സാധിക്കണം. തീർച്ചയായിട്ടും സ്വന്തം മക്കളുടെ സ്വർഗമെന്ന് പറയുന്നത് മാതാവിന്റെ കാലിനടിയിലാണെന്ന് പറയാം. മാതാവ് അവർക്ക് സ്വർഗമായി നിൽക്കണം, എല്ലാത്തിനും കൂടെ നിൽക്കണം. അവരെ എല്ലാ വിഷയത്തിലും കൂടെ ഒരു മാതാവ് സ്വർഗമായി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം. അല്ലാതെ പ്രസവിച്ചത് കൊണ്ട് ഒരു മാതാവാകുന്നില്ല, കർമ്മം കൊണ്ടാണ് ഒരു മാതാവാകുന്നത്. അതുകൊണ്ട് 10ാം ക്ലാസ് പരീക്ഷയാണ്. ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു അതിർവരമ്പാണ്, ഒരു സീമയാണ്. ഇത് കടക്കണം. നമുക്ക് നല്ല മാർക്കോടെ കുട്ടികൾ വിജയിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട SLC പരീക്ഷന്റെ സമയത്ത് പഠിക്കുക എന്ന് പറഞ്ഞിട്ടൊന്നും ആ കുട്ടികളുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. അവർക്കൊരു ടെൻഷൻ ഉണ്ടാക്കരുത്. അവർക്ക് പഠിക്കേണ്ടത് ഒരു 6 മണി മുതൽ ഒരു 8-9 മണി വരെ പഠിച്ച് പെട്ടെന്ന് അവരെ SLC പരീക്ഷയുടെ സമയത്ത് ഉറക്കുക. +2 പരീക്ഷന്റെ സമയത്ത് ഏത് പരീക്ഷയാണെങ്കിലും രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരു 1-2 മണിക്കൂർ. പിന്നെ പരീക്ഷ കഴിഞ്ഞു വന്നാൽ നിങ്ങളാവരുത് പരീക്ഷയുടെ സൂപ്പർവൈസർ. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേ, എത്ര മാർക്ക്, ഇതെങ്ങനെ, ഇതിന്റെ ആൻസർ, ഇതൊന്നും ചോദിക്കരുത്. കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഇത് പരീക്ഷ കഴിഞ്ഞ് നിങ്ങളൊരു പരീക്ഷ വീട്ടിൽ വന്ന് നടത്തിയാൽ ആ കുട്ടിക്ക് പിന്നെ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അതുപോലെ നല്ല ഫ്രീ ആയ ഡ്രസ്സ് ഇടുക. നല്ല ഇറുകിയ ഡ്രസ്സൊന്നും, ടൈറ്റുള്ള ഡ്രസ്സൊന്നും ഇടാതെ കുറച്ച് വെള്ളം കയ്യിൽ കരുതുക. 1-2 പേനകൾ, പെൻസിലുകൾ, ഇതൊക്കെ ഒരുപക്ഷെ സ്കൂളിൽ നിന്ന് പറഞ്ഞു തരണമെന്നില്ല എല്ലാ സ്കൂളിലും. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന സ്കൂളുകളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ പരീക്ഷ എഴുതാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ SSLCയും +2 ഡിഗ്രിയൊക്കെ പരീക്ഷയുടെ കാലമാണ് ഫെബ്രുവരി, മാർച്ച്, ജനുവരി. അടുത്ത പുതിയൊരു വർഷമാണ് 2025. തീർച്ചയായിട്ടും അടുത്ത വർഷം ഈ നാട്ടിൽ SSLC +2ൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും നല്ലൊരു അവാർഡ് തെമർ അബ്ദുല്ല മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ വക ഞാൻ തരികയാണ്. അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ പഠനത്തിന്റെ കാര്യം കൂടി നമ്മുടെ ട്രസ്റ്റ് തീർച്ചയായിട്ടും ആലോചിക്കും. അപ്പോ നമുക്ക് വേണ്ടത് ജാതിയുടെയോ മതത്തിന്റെയോ അതൊന്നും അതിർവരമ്പുകളല്ല, മനുഷ്യ സ്നേഹമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ലൊരു മനുഷ്യസ്നേഹിയായ ഒരു ഓഫീസർ ഉണ്ടാവണം, മനുഷ്യസ്നേഹിയായ ഒരു ജനപ്രതിനിധി ഉണ്ടാവണം, മനുഷ്യസ്നേഹിയായ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും ജനപ്രതിനിധിയും ഉണ്ടാവണം. അത് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായാലും സാധിക്കും. അതിന് ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ സഹായകരമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് 2025 പുതുവത്സരാശംസകൾ അഡ്വാൻസായി നേർന്നുകൊണ്ട് എന്നോട് വാക്കുകൾ വിരാമം കുറിച്ചുകൊണ്ട് ഈ വിജയോത്സവം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.